ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. കിരീടമില്ലാത്തതിന്റെ പേരിൽ വർഷങ്ങളോളം പരിഹാസങ്ങൾക്ക് പാത്രമാവേണ്ടി വന്നവരാണ് RCB. പക്ഷെ ഇപ്പോൾ അതിനെല്ലാം അവർ പക വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി രണ്ടാം തവണയും IPL കിരീടം സ്വന്തമാക്കാൻ RCBക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നടന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ അഹമ്മദാബാദിൽ വെച്ചുകൊണ്ട് പഞ്ഞിക്കിടാൻ അവർക്ക് സാധിച്ചു. 5 വിക്കറ്റിന്റെ ഒരു വിജയമാണ് RCB സ്വന്തമാക്കിയത്. ബൗളർമാരും ബാറ്റർമാരും ഒരുപോലെ ഈ മത്സരത്തിൽ തിളങ്ങി. അങ്ങനെയാണ് ആധിപത്യം പുലർത്തിക്കൊണ്ട് ഈ മത്സരത്തിൽ ഇപ്പോൾ RCB വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ടോസ് ലഭിച്ച RCB ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. കേവലം 155 റൺസ് മാത്രമാണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ തന്നെ ഗില്ലിനെയും സായ് സുദർശനെയും പറഞ്ഞയച്ചുകൊണ്ട് RCB മത്സരത്തിൽ പിടിമുറക്കി എന്നുള്ളതാണ്. അവരുടെ ബൗളർമാർ എല്ലാവരും മികച്ച പ്രകടനമാണ് നടത്തിയത്. ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും റാസിഖ് സലാമും മികച്ച പ്രകടനം നടത്തി. അങ്ങനെയാണ് 155 എന്ന സ്കോറിൽ അവരെ തടഞ്ഞിടാൻ RCBക്ക് കഴിഞ്ഞത്. പിന്നീട് കിങ് കോഹ്ലിയുടെ ഒരു താണ്ഡവമായിരുന്നു. എന്തുകൊണ്ടാണ് താൻ ചേസ് മാസ്റ്റർ എന്നറിയപ്പെടുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി കോഹ്ലി തെളിയിച്ചു കഴിഞ്ഞു. 42 പന്തുകളിൽ നിന്നും പുറത്താവാതെ 75 റൺസ് നേടിക്കൊണ്ട് RCBയെ വിജയത്തിലേക്ക് നയിച്ചത് കിങ് കോഹ്ലിയാണ്. 9 ഫോറുകളും 3 സിക്സറുകളും അദ്ദേഹം നേടി. ഒരു സിക്സർ നേടിക്കൊണ്ടാണ് ഈ മത്സരം അദ്ദേഹം ഫിനിഷ് ചെയ്തത്. വെങ്കടേഷ് അയ്യരുടെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടതാണ്. ടിം ഡേവിഡും നല്ല രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 1-2 വിക്കറ്റുകളൊക്കെ തുടർച്ചയായി പോയതോടുകൂടി RCB പ്രതിരോധത്തിലായിരുന്നു. പക്ഷെ അതിൽ നിന്നും കരകയറി വരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. 5 വിക്കറ്റിന്റെ ഒരു വിജയമാണ് അവരിപ്പോൾ നേടിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, തുടർച്ചയായി IPL ട്രോഫികൾ നേടുന്ന മൂന്നാമത്തെ ടീമായി മാറാൻ ഇപ്പോൾ RCBക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് എന്നിവരുടെ റെക്കോർഡിനൊപ്പമാണ് ഇപ്പോൾ RCB എത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് CSKക്കും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിനും മാത്രമാണ് തുടർച്ചയായി 2 IPL ട്രോഫികൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. CSK 2010-ലും 2011-ലും കിരീടങ്ങൾ നേടി. മുംബൈ ഇന്ത്യൻസ് 19-ലും 20-ലും കിരീടങ്ങൾ നേടി. ആ ഒരു ക്ലബിലേക്കാണ് ഇപ്പോൾ RCB കൂടി എത്തിയിട്ടുള്ളത്. ഏതായാലും RCB അവരുടെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.